പ്രാന്ത് പിടിച്ച് നിൽക്കുന്നു ബ്ലൂബെറി ചെടിക്ക്. ചെറിയൊരു ചെടിയുടെ ബ്രാഞ്ച് മാത്രമാണ് ഇത്. ഇതിൽ നിൽക്കുന്ന ബ്ലൂബെറി കണ്ടോ? എന്തോ ഒരു ഭംഗിയുള്ള പൂക്കളാ നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ എല്ലാം വയലറ്റ് പൂക്കളെ കൂട്ടെന്താ ബെല്ല് പോലത്തെ പൂക്കൾ വിച്ചെടുത്ത്. എനിക്കാണോ? താങ്ക് യു. സൂപ്പർ. ഓ സൂക്ഷിച്ച് നടക്ക്. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ പൂക്കളാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ, അച്ഛയും ഏവക്കുട്ടനും അമ്മയും കൂടി. ഞങ്ങളിവിടെ മഷ്റൂം ഉണ്ടെന്ന് നോക്കി ഇറങ്ങിയതാണേ. അപ്പം ഈ സമ്മർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബെറീസ് മാത്രമല്ലല്ലോ, ബെറീസും പൂക്കളും മാത്രമല്ല മഷ്റൂംസും ഉണ്ട്. അപ്പം കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസും ഉണ്ട്, അല്ലാത്ത മഷ്റൂംസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മഷ്റൂംസിനെ പറ്റി കാര്യമായിട്ട് അറിവൊന്നുമില്ല. പക്ഷേ വേറൊരു സ്പെഷ്യൽ മഷ്റൂം ഉണ്ട്, നല്ല വിലയുള്ള. അതങ്ങനെ കിട്ടാറില്ല, റെയറായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിവിടെ അടുത്ത് ഉണ്ടെന്നിങ്ങനെ ഞങ്ങൾക്കൊരു അറിവ് കിട്ടി. ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാനായിട്ട് പോവാണ്. കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? അതെ, അതൊക്കെ ഇവർക്കൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെ പെട്ടെന്ന് അതെ. അതായത് നമ്മുടെ ഈ ക്ലൗഡ് ബെറി പോലെ തന്നെ ഇവരുടെ ഒരു ട്രഡീഷനാണ് ഈ സംഭവങ്ങളൊന്നും ആരോടും പറയാതിരിക്കുക എന്നുള്ളത്, ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഒരു ബൈക്കുകാരനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ തെക്ക് വടക്ക് കൂടുവോ, ഭയങ്കര സൗണ്ട്. ഓ അങ്ങനെ അല്ലേ? ഒരു വണ്ടി ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇതിലേ വരുമ്പോൾ ഭയങ്കര സൗണ്ട്. ഏവക്കുട്ടനാണെങ്കിൽ പേടിച്ച് സൈഡിലോട്ട് മാറുക. ഡെയ്സി, ഡെയ്സി കിടക്കുന്നത്. ഡെയ്സി അത് കമമയിലാണ്, ഡെയ്സി അല്ല. രണ്ടും ഒരുപോലെ തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരമ്മ പറ്റ മക്കളാന്ന് തോന്നത്തുള്ളൂ. രണ്ട് പൂക്കളാണ്. കമമയിലത് നല്ല പൂക്കളാണ്. അത് ഔഷധ ഗുണമുള്ള പൂവാണ്. അത് ചായയൊക്കെ ഇട്ട് കുടിക്കാനും തലവേദനയ്ക്കും മൈഗ്രെയിനും ഉറക്കമില്ലായ്മയ്ക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ഡെയ്സി തന്നെയാണ്, ഇത് സെയിം ആണെന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഓരോന്നാണല്ലോ പഠിക്കുന്നത്, ഓരോ കാര്യങ്ങൾ. എന്നാ അപ്പം ഇങ്ങനെ നിറയെ പൂക്കളും ഒക്കെ കണ്ടുകൊണ്ട് എന്തോരം വെറൈറ്റി പൂക്കളാന്ന് നോക്കിയേ. ഓരോ ഫ്രെയിമും ആരോ നമ്മുടെ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും നല്ല വ്യൂ ആണെന്ന്. ശരിയല്ലേ? അതെ. വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സ്നോ ആണെന്നുണ്ടെങ്കിൽ സമ്മറിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എനിക്ക് സ്നോ ഇഷ്ടമാണ്. കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് എങ്ങോട്ട് നോക്കിയാലും. എന്താ നമ്മൾ നടന്നു വന്ന വഴി ഇവിടെ എല്ലാം കുറേ വൈറ്റ് ഫ്ലവേഴ്സ്, പൂക്കളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും പൂക്കളുടെ വീഡിയോ ഇടണം, പൂക്കളുടെ വീഡിയോ ഇടണം. ഏവക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ. അവളിങ്ങനെ ഓരോന്നൊക്കെ പിടിച്ചു. കാട്ടിനകത്ത് കാട്ടു റോസ് നിൽക്കുന്നുണ്ടോ? അയ്യോ എന്തോരം റോസ് അതെ അതിനകത്ത്. നോക്കൂടി, അതിനകത്ത് കണ്ടോ? ഇതോ അവിടെ അതിനുള്ളില് നിറയെ കാട്ടു റോസ് നിൽപ്പുണ്ട്. അകത്ത് പോന്നാ, കാട്ടിനകത്താ. എന്തൊരു ഭംഗി, എന്തൊരു മണമാ. ഇവിടെ ഫുള്ള് കാടിനകത്ത് ഫുള്ള് കാട്ടു റോസയാ. പക്ഷെ ഭയങ്കര മണമാ. ഈ നമ്മുടെ പനിനീരിന്റെ നല്ല മുള്ളുണ്ട്, പനിനീരിന്റെ മണമാ. ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊക്കെ, ആരും ഇല്ലാത്ത, താമസമില്ലാത്ത വീടുകളൊക്കെ കിടക്കുന്നു. ഈ ചെടി കണ്ടോ? നല്ല രസമുണ്ടേ കാണാൻ, ഒരു പ്രത്യേക ഭംഗിയുള്ള ചെടി. ഇവിടെ എല്ലാം നിറയെ റാസ്ബെറി പിടിച്ച് നിൽപ്പുണ്ട് കാട്ടിൽ. നമുക്ക് നമ്മുടെ സാധനം നോക്കി പോവാം. കാട്ടിലൊരു മരമൊക്കെ വീണ് കിടക്കുന്നു, ചാടി കിടക്കാം. അപ്പം ഇതിലേ കയറി പോകണം. അപ്പം ഇതിലേ സൂക്ഷിച്ചു. ഇതെല്ലാം യാക്കാല നിൽക്കും ഇഷ്ടം പോലെ, റെയിൻഡിയേഴ്സ് കഴിക്കുന്ന യാക്കാല. നല്ല സൗണ്ട് അതിലിങ്ങനെ ചവിട്ടി നടന്നിട്ട്. സ്നോയുടെ പോലെയുണ്ട്, നല്ല സൗണ്ട്. അച്ഛയാണത് അങ്ങ് പോയി ഞങ്ങളിട്ടിട്ട്. ഇതെല്ലാം മരം വീണ് കിടക്കുന്നു. റോഡുണ്ട്, അതെ ബ്ലൂബെറി കഴിക്കുന്നുണ്ടോ വഴിയിൽ? വഴിയെന്ന് വെച്ചാലോ, എന്താ അങ്ങോട്ടൊക്കെ മാറി ഇഷ്ടംപോലെ ഉണ്ട് ബ്ലൂബെറി. കഴിച്ചോ. സൈഡ് കഴിഞ്ഞ് നടക്കും ബ്ലൂബെറി ചവിട്ടാ. അതുകൊണ്ടേ മഷ്റൂം തേടി പോകുന്നതുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. വിനോദം അങ്ങോട്ട് പോയി നോക്കുവാണ് അവിടെ അങ്ങനെ ഉണ്ടോന്ന്. ആദ്യം പ്രാന്ത് പിടിച്ച് നിൽക്കുന്നു ബ്ലൂബെറി ചെടിക്ക്. ബ്ലൂബെറി
ബ്ലൂബെറീസിന്റെ അഭിഷേകം. വലിപ്പം കണ്ടോ ഇത്? അതെ, എന്തൊരു വലിപ്പം. അന്നയുടെ കാലത്ത് ഫോറസ്റ്റ് ഇത്ര ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇതുവരെ, നമ്മുടെ അടുത്തായിട്ട് പോലും. ഇഷ്ടം പോലെ ബ്ലൂബെറിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാന്ന് പറയത്തില്ല, അതുപോലെ നിൽക്കുന്നു. ഏവക്കുട്ടൻ്റെ പിച്ചി പിച്ചി എടുക്കുന്നു. എന്തോരോ നല്ല അടിപൊളി സ്ഥലം. കവറാ കൊണ്ടുവന്നു നമ്മളിന്ന്. നമ്മള് വെറുതെ വന്നതാ. നമ്മൾ ആക്ച്വലി ഇത് ഉദ്ദേശിച്ച് വന്നേന്നല്ല. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാധനം കിട്ടിയില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത് അറിയായിരുന്നു അത് കിട്ടത്തൊന്നുമില്ല. അത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ക് വേണം. ഒന്നാമത് പിന്നെ സ്പോട്ട് ആൾക്കാർ കൊണ്ടുപോകും. അതെല്ലാം പെട്ടെന്ന് എല്ലാരും നോക്കിയിരിക്കും, അറിയാവുന്നവർ അപ്പൊ തന്നെ പിച്ചു. ഇത് കണ്ടോ സൈസ് നോക്കിയത്? എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് എൻ്റെ കയ്യിൽ അതിന്റെ അപ്പുറം ഈ ചെടിയൊക്കെ കണ്ടോ? അതെ ഇത് കണ്ടോ? പിച്ചിയായിട്ടും തീരുന്നില്ല. സാധനം കിട്ടിയില്ല, ഉദ്ദേശിച്ച് വന്ന സാധനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, കാട്ടി വന്നിട്ട് ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മേ, ബ്ലൂബെറി കണ്ടിട്ട് പോകാനും പറ്റുന്നില്ല. ഇവിടെയൊക്കെ ചെറുതാ, പക്ഷെ അങ്ങോട്ടൊക്കെ നോക്കിയാ വലിയ സൈസ്. ചിലതിനൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അതിന്റെ സൈസ് കണ്ടോ? വലിയ സൈസ്. എന്നിട്ട് മെഷീനും കൊണ്ട് വന്നാൽ മതി. കൊതുക് ഇഷ്ടം അടിപൊളി. എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കിത് എത്ര സന്തോഷമായിരുന്നല്ലേ. എന്തോ ചെയ്യാനാ, ശരിക്കും നല്ല വലിപ്പമുള്ളത്. കുട്ടനാണ് തിന്നുന്നുണ്ട് ആവശ്യത്തിന് വെച്ച്. ഇത് നോക്കിയാച്ചേ, ഞാൻ ഇത് കണ്ടോ? പിച്ചി എടുത്തിട്ട് കൊതി മാറുന്നില്ല. കണ്ടിട്ടും കണ്ട അമക്കല്ലത്, അമക്കാതെ അമക്കേ അവിഞ്ഞു പോകും. ഏവക്കുട്ടൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ സത്യത്തിൽ എല്ലാ പിള്ളേർക്കും പറ്റാത്ത കാര്യങ്ങളല്ലേ, ഇങ്ങനെ കാട്ടിലും വീട്ടിലും ഒക്കെ നടക്കുക എന്നുള്ളത്. ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ല ആക്ച്വലി. അതെ, പിന്നെ സേഫും അല്ലല്ലോ പോകുന്നത്. ഒരു കുഴപ്പമില്ല. ഫ്രഷ് ആയിട്ട് കഴിക്കണം. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കൊതുവിന്റെ അഭിഷേകം. നമുക്ക് പിച്ചിയിട്ടും പിന്നെയും നമ്മള് നിന്നിത് കാണുമ്പോ പോയാലോ പിച്ചി ഇങ്ങനെ തിന്നോണ്ടിരിക്കാം. പിച്ച വായിലിടുക, ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. സൈസ് നോക്കി, ഇത് നല്ല എന്തൊരു വലിപ്പമല്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് കണ്ട് ഷോപ്പിൽ വാങ്ങിക്കുന്ന ഹൈബ്രിഡ് പോലെ ഉണ്ടല്ലേ. ഇത് നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ, ഹൈബ്രിഡ് ഒന്നുമല്ല. ഇതേ വലിയൊരു കാടാ, ഇവിടെ ആരും ഇല്ല. നിങ്ങൾ നോക്കി, ഈ ചുറ്റിലൊന്നും ആരും ഇല്ല. ഇത് വഴിയും കണ്ടുപിടിച്ചു. ഇവിടുന്ന് നേരെ പോയാൽ മതി. നേരെ അങ്ങ് പോയാൽ മതി. വാ, മറ്റേ യാക്കാല നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് യാക്കാല എന്നല്ലായിരുന്നു? എന്തുമാത്രമല്ലേ നിൽക്കുന്നത്. ഇതിന് റെയിൻഡിയർസ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, വാ നമുക്ക് പോവാം. നമുക്ക് ഇതിലേക്കൂടെ അങ്ങ് നടന്നങ്ങ് പോയാൽ മതി. ഇവിടെ ഒരു മരമൊക്കെ വീണ് അവിടെ പോകണം. ഇല്ലായിരുന്ന കാറയിലോട്ട് ഇങ്ങോട്ട് വരായിരുന്നു. അല്ലേ, കാറ ഇവിടെ വരെ വരാൻ തോന്നുന്നു. അല്ല, അവിടെ അമ്മാനൊരു ബോട്ട് ഇട്ടു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. പുള്ളി കാടിൻ്റെ അകത്തങ്ങ് ഉണ്ടോ താമസിക്കുന്നത് തോന്നുന്നു. അതച്ഛ പൊന്നിനെ പൊക്കി എടുത്ത് വെക്കാം. അങ്ങോട്ട് പോയി നോക്കണോ? സാധാരണ കൂണുകൾ വളരുന്ന ഇതേപോലത്തെ സ്ഥലത്താണ്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് പാറയാണെന്ന് തോന്നുന്നല്ലേ. നല്ല രസമുണ്ട് ഈ ആക്കാര എന്ന് പറയുന്ന സാധനം കാണാൻ. ക്രിസ്പി പോലെ ഇരിക്കും, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. നമ്മൾ ഈ പപ്പടമൊക്കെ പൊടിക്കുന്ന ഒരു സുഖം കിട്ടും, ഒരു മനസ്സുഖം. ഇവിടെ എല്ലാം കാറ്റടിച്ച് കുറേ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ അടുത്തടയ്ക്ക് വീണയാ. അത് നോക്കി, പാറയുടെയൊക്കെ മുകളിലൊക്കെ അത് പിടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ പാറ കണ്ടോ ശരി. അയ്യോ, എന്തൊരു വലിയ പാറയാണ്, നല്ല ചുവന്ന കളറ് പാറയ്ക്ക്. അതെ, ഈ പാറയുടെ മുകളിലാണ്. എന്നിട്ട് ഇത്
കാറ്റടിക്കുമ്പോഴത്തേക്ക് ഗ്രിപ്പില്ലാതെ അങ്ങ് താഴെ വീഴും. ഇതിൻ്റെ അടിയിലൊക്കെ സാധാരണ സ്വർണ്ണമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. സത്യം അല്ല, ഈ പാറകളുടെയൊക്കെ അടിയിലൊക്കെ ട്രഷറൊക്കെ കാണുന്നത്. ചെങ്കല്ല് അടുക്കി വെച്ചേക്കുന്ന പോലെ സ്പെഷ്യൽ കളർ. ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. യാക്കാല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അത് റെയിൻഡിയറിന് കഴിക്കാനുള്ളത്. അയ്യോ, ഇവിടെ എല്ലാം ഉണ്ട്. ഇതോ അങ്ങോട്ട് നോക്കിയോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്താ തരം കൂണുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കൂണില്ല. കാരണം ഈ കൂൺ എടുക്കാന്നാലേ റിസ്ക് ഉള്ള കാര്യമാണ്. ഈ ഒറിജിനലിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സെയിം ആയിട്ടിരിക്കും, എടുത്ത് കഴിച്ചിട്ട് അറിയാതെ പണി കിട്ടും. ചിലപ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷനും ചൊറിച്ചിലും അതും ഇതുമൊക്കെ പറ്റും. ഡേഞ്ചറാണ്. കൂണിലുള്ള കളി അറിയാവുന്നവർ മാത്രം ചെയ്യാവുള്ളൂ. ഇവിടെ എന്തുമാത്രമാണ് ഇത് പിടിച്ചിരിക്കുന്നത്, ഇഷ്ടം പോലെ. ഞാക്കാലയുടെ ബഹളമായത്. അവിടെ ഉണ്ട്. ഇതോ എനിക്ക് തോന്നുന്നത് പാറപ്പുറത്ത് പിടിക്കുന്നേന്നാ. ഇതെല്ലാം പാറയാണ്, കണ്ടോ. അവിടെയും കുറച്ച് പാറയുണ്ട് അതിൻ്റെ മുകളിൽ. നല്ല സുഖം. നമ്മൾ വഴി കഴിഞ്ഞ് പോകാൻ നോക്കും. വഴി വഴി അവിടെ കണ്ട. നമ്മൾ വീണ്ടും ഇതിനകത്തോട്ടൊക്കെ കയറി വന്നു. കാടിനുള്ളിലല്ല, അതൊക്കെ ഒരു രസമല്ലേ അല്ലേ കുട്ടാ? ആ കുഞ്ഞ് നടക്ക്, സൂക്ഷിച്ച് നടക്ക്, കൈവിട്ട് ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കണം. കണ്ടോ, ഇതൊക്കെയാണ് നല്ല ആക്റ്റീവായിട്ടിരിക്കണം. കണ്ടോ, ഇതാണ് ഏവക്കുട്ടൻ്റെ ആക്ടിവിറ്റീസ്. ഒഴിവു ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ ഇങ്ങനെ ഓടുക, ചാടുക, കാട്ടിലേക്ക് പോവുക, ബ്ലൂബെറി പറിക്കുക, കാട്, മല, ബ്ലൂബെറി കുന്ന്, ഇതൊക്കെയാണ്. കുറുനരിയെ മാത്രം നമ്മൾ കണ്ടില്ലേങ്ങോ. പോ, കുറുനരിക്ക് കട്ടോണ്ട് പോവാൻ അവസരം കൊടുക്കാതെ ഏവക്കുട്ടൻ ബ്ലൂബെറി എല്ലാം കവറി കയറ്റി കെട്ടി പിടിച്ചോണ്ട് പോവാണ്. ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അതൊരു അതെ, കണ്ടുപിടിക്കാൻ ഞങ്ങൾ മാക്സിമം നമുക്ക് ശ്രമിക്കാം അല്ലേ? ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ. അതെ, എവിടെല്ലാം നോക്കി. നമ്മൾ പോകുന്ന പല ഭാഗത്തും തന്നെ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കാ കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചു. സോ അതുപോലെ തന്നെയാണ് ഇതും. അതെ, ഒരു 2 എണ്ണമെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ സാധനം കാണുന്നില്ല. ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നമുക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, ഫ്രഷ് ആയിട്ട് പറിച്ച് നമ്മളിങ്ങനെ എടുക്കണം. നല്ല രീതിയിൽ അവിടെ എല്ലാം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇത്രയും നാളെ തേടി നടന്ന സാധനം കിട്ടുമ്പോ, അതാണ്, അതിനു വേണ്ടിയാ നമ്മൾ ഈ നടക്കുന്നത്. കണ്ടോ ഏവക്കുട്ടൻ്റെ ബ്ലൂബെറി ഹണ്ടിങ് ആയ വന്നു. ബ്ലൂബെറി ആവശ്യത്തിനുണ്ട്. ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇത് കണ്ടോ, ചെടിയിലെല്ലാം ബ്ലൂബെറി ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ട്, നിറയെ. എന്തോരം ബ്ലൂബെറീസാന്ന് നോക്കിയേ. പല സൈസിലുള്ളത് ഇതിലുണ്ട്, വലുതും ചെറുതും പഴുത്തതും പഴുക്കാത്തതും എല്ലാം. ഓക്കെ, കൂട്ടൻ്റെ തോളെ കയറ്റിക്കൊണ്ടുവാ. താഴെ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനായിരിക്കും അല്ലേ? എന്ത് സുഖം, എന്ത് സുഖജീവിതാണ് എൻ്റെ നോക്കി.
ഏവക്കൂട്ടാ ഇപ്പോഴല്ലേ തോളെ വെക്കാൻ പറ്റത്തുള്ളൂ, ഇനി വലുതായി വെക്കാൻ പറ്റത്തുള്ളൂ. അതെ, വലുതായി കഴിയുമ്പോ തോളെ കയറ്റാനൊക്കെ നമുക്ക് ആഗ്രഹം കാണും. വലുതാണേലും നമ്മളെ കൊണ്ട് ആവതില്ലെങ്കിലും വലിച്ചു കയറ്റാൻ നോക്കും. പക്ഷെ വലുതായി കഴിഞ്ഞാൽ പിള്ളേരെ ഒന്നും കിട്ടത്തില്ല. അവരവരുടെ കാര്യം നോക്കി പോവും. എസ്കറി പോവും അല്ലേ? ആ, കുഞ്ഞു പറയുന്നത് എസ്കറി പോകുന്നതാ വലുതാണ്. എസ്കറി പോവും, അത് കഴിഞ്ഞ് കോലു പോവും, പിന്നെ കോളേജിൽ പോകും, അതെ, ജോലിക്ക് പോകും. അങ്ങനെ 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 വലിയ കുട്ടിയാവും ഏവക്കുട്ടി അല്ലേ? ഏവക്കുട്ടി ആണ്. അപ്പൊ ആദ്യത്തെ അച്ഛൻ അങ്ങ് വയസ്സായി പോവും. ഞങ്ങളങ്ങ് മുമ്മുപ്പയായി പോവും. അപ്പൂപ്പനും അമ്മൂമ്മയാവും. ഓ, എന്താ ചെയ്യാനാ? ഏവ വലുതാകുമ്പോ ഞങ്ങള് പ്രായമാകും. അങ്ങനെയാണല്ലോ. കുഞ്ഞപ്പോ വലിയ നല്ല അടിപൊളി തിത്തയാകും, നല്ല ഗുഡ് ഗേളാവും, വലിയ സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള നല്ല വലിയ പെങ്കൊച്ചാവും. ആ, അതാണല്ലോ. അതെ, നിറയെ പൂക്കള്. ആച്ചാ, അത് ഗ്രീൻ പീസാ. അത് കാണുമ്പോഴേ അറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് ഗ്രീൻ പീസാന്ന്. ആ, അത് ഗ്രീൻ പീസ് ആണ്. അതെനിക്കറിയത്തില്ല. അതെ, അത് ഗ്രീൻ പീസാ. ഇയാളും ബിലീവ് ചെയ്യണ്ട, അത് കാണുമ്പോ അറിയാലോ അത് ഗ്രീൻ പീസാണ്. എങ്ങനെ ചെക്ക് ചെയ്യാനാ? അത് ഗ്രീൻ പീസാ. അച്ഛനും മോക്കും ഇനി എന്തുവാ അവിടെ നട്ടേക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് പോവുക. ആ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ കാട്ടിലൊക്കെ കയറാൻ? ഇനി അത് ഗ്രീൻ പീസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അത് ഗ്രീൻ പീസാണ്. കണ്ടോ? അതായത് വേറൊരു കളറിലെ. ആ, പക്ഷെ അതിന്റെ കളർ കണ്ടോ? അതിന്റെ പൂവിന്റെ കളർ നോക്കിയേ. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള. ദൂരെ നിന്ന് കാണുമ്പോഴേ നമുക്കറിയാലോ. സാധാരണ നമ്മള് ഗ്രീൻ പീസ് ഒക്കെ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വിളവെടുക്കുന്നത് നമ്മള് പിച്ച് തിന്നത്തില്ലേ? ഇവര് ചിലപ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നല്ലേ? അല്ല, ഇത് പിച്ചി എടുക്കത്തില്ല. അവരിതിനകത്ത് ഏതാണ്ടൊക്കെ തളിക്കുന്നത് കൊണ്ട് കഴിക്കാനല്ല ഇത്. ഇതൊക്കെ കഴിക്കാനല്ല, കാലിത്തീറ്റയാ. കാലിത്തീറ്റയല്ലേ?